അവൾ അവിടേക്ക് തന്നെ വന്നിരുന്നു. അവൾ സംശയത്തോടെ അവനെ നോക്കി. എന്തിനാ കരഞ്ഞത്? അവൻ പുരികം പൊക്കി ചോദിച്ചതും അവൾ പൊട്ടിക്കരച്ചിലോടെ അവനെ ഇറുക്കി പിടിച്ചു. അവൾ കരയുന്നതിൻ്റെ കാര്യം ഏകദേശം പിടികിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അവനൊന്നും മിണ്ടാതെ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. അവളൊന്ന് ഓക്കെ ആയതും അവൾ അവൻ്റെ കഴുത്തിൽ നിന്നും മുഖമുയർത്തി അവനെ നോക്കി. എൻ്റെ കഴുത്തിൽ മുഴുവൻ മൂക്കളയാക്കിയോ നീ? അവൻ ചിരിച്ചുകൊണ്ട് കഴുത്ത് തുടച്ചു ചോദിച്ചു. അത് കേൾക്കേണ്ട താമസം അവൾ മൂക്ക് പിഴിയുന്നത് പോലെ കാണിച്ചിട്ട് അവൻ്റെ കഴുത്തിൽ വെച്ച് തേച്ചു. അയ്യേ ഡി പട്ടി, എന്തുവാ കാണിക്കുന്നത്, വൃത്തികെട്ട പെണ്ണ്. അവൻ അവളുടെ 2 കൈകളും പുറകിലേക്ക് വെച്ച് ലോക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഐ മിസ് യു. അവൾ വീണ്ടും അവൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്തുകൊണ്ട് പറഞ്ഞു. മിസ് യു ടു. അവൻ അവളുടെ കഴുത്തിലേക്ക് ചുണ്ടുകൾ ചേർത്ത് പറഞ്ഞു. എന്നെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും വിളിക്കണം. വിളിക്കുമോ? അവൾ കൈകൾ ചൂണ്ടി കുഞ്ഞു കുട്ടികൾ ചോദിക്കുന്നത് പോലെ ചോദിച്ചു. വിളിക്കാം. അവൻ ചിരിയോടെ അവളുടെ നെറുകയിൽ തലോടി. ഞാൻ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കണം. ജോലിയാ അതാ ഇതാ എന്നൊന്നും പറയരുത്. ഓ ഇല്ല പൊന്നെ, എപ്പോൾ വേണേലും ഫോൺ എടുക്കാം. ദേവേട്ടാ. അവൾ കുറുമ്പോടെ അവനെ വിളിച്ചു. എല്ലാവരും ചോദിക്കും ആ ജോയെ എങ്ങനെയാ ആമി താങ്ങുന്നതെന്ന്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചായിരിക്കും ചോദ്യം വരുന്നത്. എന്ത്? നിന്നെ എങ്ങനെയാ ഞാൻ താങ്ങുന്നതെന്ന്. അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. എന്താ, ദേവന് റൊമാൻറ്റിക് ഗേൾസിന് ഇഷ്ടമല്ലേ? അവൾ അവൻ്റെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ കരുതിയത് ഞാനാണ് റൊമാൻറ്റിക് എന്നാ. പക്ഷെ നിന്നെ പ്രേമിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ സകല പ്രതീക്ഷയും പോയടി. എന്നേക്കാൾ റൊമാൻറ്റിക്കാണ് നീ. അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൾ അവനെ നോക്കി ചിരിച്ചു. ആമിയും ജെനിയും അവരുടെ മുറിയിലേക്ക് കയറിയതും കട്ടിലിൽ കവഴ്ന്നു കിടന്ന് കരയുന്ന അവരെയാണ് കണ്ടത്. അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ എന്തിന് ഒന്ന് അടുത്തിരിക്കാൻ പോലും ഒറ്റ മനുഷ്യരില്ലായിരുന്നു. ആമി അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നു. അവരുടെ നെറുകയിലൊന്ന് തലോടി. അവർ തലയിണയിൽ നിന്ന് മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. പിന്നെയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ കിടന്നു. ആമി അവരുടെ തലയിൽ തലോടി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. ജെനിയും അവിടേക്കിരുന്നു. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞതും ആംബുലൻസ് മുറ്റത്ത് വന്നു. അമ്മേ വാ. ആമി അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവർ ഇല്ലെന്ന് തലയാട്ടി. വാ അമ്മേ, അമ്മയ്ക്ക് കാണട്ടെ. വേണ്ട, എനിക്ക് കാണണ്ട. അവർ ഏങ്ങലടിച്ചു. അങ്ങനെ പറയാതെ ആൻറ്റി, വാ. ഒരുപാട് സമയം വയ്ക്കാൻ പറ്റില്ല, വന്നേ. ജെനിയും അവരെ വിളിച്ചു. എൻ്റെ മോൻ പോയില്ലേ? അവർ പൊട്ടിക്കരഞ്ഞു. അതുകണ്ട് ആമിക്കും ജെനിക്കും കരച്ചിൽ വന്നു. ജെസി പൊട്ടിക്കരഞ്ഞു. വാ ആൻറ്റി, എഴുന്നേൽക്ക്. ജെനി കണ്ണുകൾ തുടച്ചിട്ട് അവരെ എഴുന്നേൽപ്പിച്ചു. അവർ 2 പേരും കൂടി അവരെ അവൻ്റെ ബോഡിയുടെ അടുത്തേക്ക് കൊണ്ടിരുത്തി. അവർ അവൻ്റെ തലയിൽ തലോടി എന്തൊക്കെയോ കുറേ നേരം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ദേവൻ ബാക്കി എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നു. അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ വീട്ടിൽ. ബാക്കി എല്ലാവരും പുറത്തും മതിലിലും മാത്രം ഒതുങ്ങി നിന്നു. അച്ഛൻ വന്ന് പ്രാർത്ഥനകളും ചടങ്ങുകളും നടത്തി ബോഡി പള്ളിയിലേക്കെടുത്തു. ജെനിയും ആമയും കൂടെയാണ് അവരെ താങ്ങിയത്. പള്ളിയിലെയും എല്ലാ ചടങ്ങുകളും കഴിഞ്ഞതും അവരുടെ കുടുംബക്കല്ലറയിൽ കൊണ്ടുപോയി അവനെ അടക്കിയിരുന്നു. അടക്കം കഴിഞ്ഞതും ദേവൻ ചിന്നുവിനെയും മനുവിനെയും കൊണ്ട് വീട്ടിലേക്ക് മടങ്ങി. ജോയും ആമയും ജെനിയൊക്കെ കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നു. ആമയും ജെനിയും അവരെ ചേർത്ത് പിടിച്ചിരുന്നു. അവർക്ക് ആമിയെയും ജെനിയെയും കണ്ട് വിഷമം തോന്നി. അവർ അവരെ കെട്ടിപ്പിടിച്ച് ഒന്നും പറയാതെ കുറേ നേരം പൊട്ടിക്കരഞ്ഞു. ദേവനും അനുവും പോകുന്നത് കൊണ്ട് അവർ പിന്നീട് ഒരു ദിവസം വരാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. അവർ വീട്ടിലേക്ക് വന്നതും അനുവും ദേവനും പോകാൻ റെഡിയായി. ജോ, ഇറങ്ങട്ടേടാ. ദേവൻ ജോയുടെ കയ്യിൽ പിടിച്ച് ചോദിച്ചു. ശരിയടാ, ഞങ്ങൾ ഉടനെ വരാം, ജോ ചിരിയോടെ പറഞ്ഞു. എല്ലാവരും 2-3 ദിവസം മുമ്പേ അങ്ങ് എത്തിയേക്കണേ. ഒരാഴ്ചത്തേക്ക് വേണം വരാനായിട്ട്, കേട്ടല്ലോ? ദേവൻ എല്ലാവരെയും നോക്കി പറഞ്ഞതും എല്ലാവരും ചിരിച്ചുകൊണ്ട് തലയാട്ടി. മനു, നിക്കു, പോകട്ടെ? ശരിയടാ, സൂക്ഷിച്ചു പോണേ, മനു ഓർമ്മപ്പെടുത്തി. അങ്കിൾ, പോകട്ടെ? അവൻ അനുവിൻ്റെ പപ്പയുടെ അടുത്തേക്ക് ചെന്നു. ഞങ്ങൾ 2 ദിവസം മുമ്പ് അങ്ങ് എത്താം കേട്ടോ, അയാൾ ചിരിയോടെ പറഞ്ഞു. ശരി. അവൻ അനുവിൻ്റെ അടുത്തേക്ക് നടന്നു. അനു, ഡി. കുനിഞ്ഞു നിൽക്കുന്ന അവളുടെ താടിത്തുമ്പിൽ പിടിച്ചു ഉയർത്തിക്കൊണ്ട് അവൻ വിളിച്ചതും അവൾ അവനെ ഇറുക്കി പിടിച്ചു. അവൻ കുറച്ചു നേരം അവളെ അങ്ങനെ തന്നെ ചേർത്ത് പിടിച്ചിരുന്നു. കണ്ടു നിന്നവർക്ക് ഒരു നിമിഷം സന്തോഷവും വിഷമവും തോന്നി. പെട്ടെന്ന് വന്നേക്കണേ. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. പിന്നെ സുഭദ്രയും കൊണ്ട് ഇറങ്ങി. സുഭദ്ര പോകുന്നതിന് മുമ്പ് അനുവിനെ കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മകൾ കൊടുത്തു. അവളും തിരികെ കൊടുത്തു. അവരും യാത്ര പറഞ്ഞിറങ്ങി. അവർ ഇറങ്ങിയതിന് പുറമെ അനുവും പപ്പയും ഒക്കെ അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങി. ആമി, ചിന്നു, ജെനി, പോയിട്ട് വരാം. എന്നാൽ മൂന്നാർക്ക് വരുന്നതെന്ന് ഗ്രൂപ്പിൽ പറയണേ, അതനുസരിച്ച് ഞങ്ങളും വരാം. അവൾ പറഞ്ഞത് പിള്ളേർ സെറ്റ് ഓക്കെ പറഞ്ഞു. അവൾ ജോയുടെ അടുത്തേക്ക് നടന്നു. ഏട്ടായി, ദേ നിങ്ങളെൻ്റെ കൊച്ചിനോട് കാണിക്കുന്ന പരാക്രമങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. കൊച്ചിന് പണി കൊടുത്താലാ.
അനു കപട ദേഷ്യത്തോടെ പറഞ്ഞതും അവൻ ഞെട്ടി ആമിയെ നോക്കി. അവള് ചിന്നുവിനോട് എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്ന തിരക്കിലായിരുന്നു. ശ്രമിക്കാം, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളും ചിരിച്ചു. അനുവും എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. അവളും ദേവനും പോയതും വീട് ഉറങ്ങിയതുപോലെയായി. മനു ചിന്നുവിനെയും കൂട്ടി അവൾ നാളെ പോകുന്നത് കൊണ്ട് അവൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാൻ പോയി. ജെനിയും നിക്കും ബാൽക്കണിയിലേക്കും പോയി. എല്ലാവരും പോയതും തന്നെ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്ന ജോയുടെ അടുത്തേക്ക് ആമി നടന്നു. ഇച്ചായ, അവൾ വിളിച്ചതും അവനവളെ കോർപ്പിച്ചു നോക്കി. എന്താ ഇച്ചായ, എന്തിനാ ദേഷ്യപ്പെടുന്നേ? എൻ്റെ നോട്ടം കണ്ടതും മനസ്സിലാകാത്തതുപോലെ അവൾ സംശയത്തോടെ ചോദിച്ചു. നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നീ പിള്ളേരോട് പറഞ്ഞോ? അവൻ ചോദിച്ചതും ആമി ഞെട്ടി. അത് പിന്നെ എന്തത് പിന്നെ? വാ തുറന്ന് പറയടി, അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ ചുണ്ടുകൾ ചുളുക്കി. കരഞ്ഞ അടിക്കും ഞാൻ, അവൻ പറഞ്ഞതും അവൾ തല കുനിച്ചു. എന്താ ജോ, നീ എന്തിനാ കൊച്ചിനെ വഴക്ക് പറയുന്നേ? അവൻ്റെ ഒച്ച കേട്ടതും അവൻ്റെ മമ്മി അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്ന് ചോദിച്ചു. അവനൊന്നുമില്ലെന്ന് കൈകൾ കൊണ്ട് കാണിച്ചതും അവർ ചിരിച്ചു. ആമി അവനെ കണ്ണുകൾ ഉയർത്തി നോക്കിയതും അവൻ വീണ്ടും ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കിയിട്ട് കയറിപ്പോയി. അവൾ അവൻ്റെ പുറകെ മുറിയിലേക്ക് കയറി. ഇച്ചായ, ബെഡിലിരിക്കുന്ന അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു കൊണ്ട് അവൾ വിളിച്ചു. എന്താ? അത് അവരെ നിർബന്ധിച്ചപ്പോൾ പറഞ്ഞതാ. എന്താ നീ അവരോട് പറഞ്ഞത്? അവൻ പുരുകം പൊക്കി കുസൃതി ചിരിയോടെ ചോദിച്ചതും അവൻ കളിപ്പിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി. പറയ്, എന്താ പറഞ്ഞത്? ഇച്ചായൻ പിച്ചി, കടിച്ചു, ഉമ്മ വെച്ചു, പിന്നെ എന്തൊക്കെ പറഞ്ഞു? അവൻ അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അത്രേ പറഞ്ഞുള്ളൂ. അത്രേ പറഞ്ഞുള്ളൂ? മറ്റേത് പറഞ്ഞില്ലേ? അവൻ പുരുകം പൊക്കി വീണ്ടും കുസൃതി ചിരിയോടെ ചോദിച്ചു. ഏത്? ഇച്ചായ ഇച്ചായ എന്ന് വിളിച്ച് കരഞ്ഞത്? അവൻ ചിരിയോടെ ചോദിച്ചതും അവൾ കുറുമ്പോടെ അവനെ നോക്കി. പറഞ്ഞോ? അവൾ പറഞ്ഞുകൊണ്ട് നാണത്താൽ ചിരിച്ചു. അവനും അത് കണ്ട് പുഞ്ചിരിച്ചു. കാറിൽ മനുവിൻ്റെ നെഞ്ചിലേക്ക് ചാരി അവനെ ചുറ്റിപ്പിടിച്ചിരിക്കുകയാണ് ചിന്നു. വീട്ടിലേക്ക് പോകാം, മനു അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. കുറച്ച് നേരം കൂടി മനുവേട്ടാ. എന്താടി, ഭയങ്കര വിഷമമാണല്ലോ പെണ്ണെ? മനുവേട്ടന് വിഷമമില്ലേ? അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി അവനെ നോക്കി ചോദിച്ചു. അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ കാണാലോ, അവൻ പറഞ്ഞതും അവൾ മൂളി. ഭയങ്കര മിസ്സിങ് ആയിരിക്കും മനുവേട്ട ഈ കുറച്ച് ദിവസം. കാരണം ഇത്രയും ദിവസം നമ്മൾ ഒരു വീട്ടിലല്ലായിരുന്നോ? എപ്പോൾ വേണേലും കാണാം, സംസാരിക്കാം. ഇനി അതൊന്നും പറ്റില്ലല്ലോ. എനിക്കൊന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നിയാൽ ഞാൻ എന്ത് ചെയ്യും? അത്രേ ഉള്ളോ? നിനക്ക് എപ്പോൾ എന്നെ കാണണമെന്ന് തോന്നുന്നോ അപ്പോൾ പറഞ്ഞാൽ മതി. ഈ മനുവേട്ടൻ ഏത് പാതിരാത്രിയാണെങ്കിലും നിൻ്റെ വീട്ടിൽ വന്നിരിക്കും. അത്രയൊക്കെ റൊമാൻറ്റിക് ആണോ? അവൾ ചിരിച്ചുകൊണ്ട് പുരുകം പൊക്കി. എനിക്കങ്ങനെ സ്നേഹം കാണിക്കാൻ അറിയില്ലടി. എനിക്ക് പണ്ട് നല്ലതുപോലെ ഉൾവലിഞ്ഞ ഒരു ക്യാരക്ടറായിരുന്നു. ജോയെ കണ്ടുമുട്ടി അവന്മാരുടെ കൂടെ കൂടിയതിന് ശേഷമാണ് ഞാൻ ഇത്രയെങ്കിലും സംസാരിക്കുകയും മറ്റുള്ളവരുമായി ഇടപഴകുകയും ചെയ്യുന്നത്. അന്നത്തെ ആക്സിഡൻറ്റിന് ശേഷം എല്ലാവരും നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ശരിക്കും ഉൾവലിഞ്ഞു പോയിരുന്നു. അന്നത്തെ ഒരു ക്യാരക്ടർ ഇന്ന് വരെ എന്നെ വിട്ടുപോയിട്ടില്ല. എങ്കിലും മാക്സിമം ഞാൻ എല്ലാവരുമായിട്ട് കൂടി നിൽക്കാറുണ്ട്. ദേവനും ജോയും അവരോട് അത്രയും സ്നേഹവും റൊമാൻറ്റിക്കായിട്ടൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് നിന്നോട് അത്രയും ഡീപ്പായിട്ട് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്കത് പലപ്പോഴും ഒരു കുറ്റബോധമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട്. ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് നീ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും പക്ഷേ ഞാൻ നിന്നോട് പ്രകടിപ്പിക്കാറില്ല. അതിനർത്ഥം എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്നല്ലടി. എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. പക്ഷേ അത് അവരെ പോലെ കാണിക്കാൻ എനിക്കറിയില്ല. എനിക്കറിയാം അവളുമാർ രണ്ടുപേരും നിങ്ങളുടെ അടുത്ത് വന്ന് എല്ലാ കാര്യങ്ങളും പറയാറുണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ നിനക്കും അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ടാകുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഇങ്ങനെയാ ചിന്നു. എനിക്കറിയില്ല എൻ്റെ മനസ്സിലുള്ള സ്നേഹം നിൻ്റെ അടുത്ത് എങ്ങനെയാണ് തുറന്നു കാണിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അവൻ ദയനീയമായി അവളോട് പറഞ്ഞു. മനുവേട്ടന് എന്നോട് എങ്ങനെയാണോ സ്നേഹം പ്രകടിപ്പിക്കാൻ തോന്നുന്നത് അതുപോലെ പ്രകടിപ്പിച്ചാൽ മതി. ഞാൻ അന്നേ മനുവേട്ടനോട് പറഞ്ഞതല്ലേ ഇതൊക്കെ. എല്ലാവരും ഒരുപോലെ ആകണമെന്നില്ല. പലർക്കും പല ക്യാരക്ടറായിരിക്കും. ചിലർ ദേഷ്യത്തിലൂടെ ആയിരിക്കും സ്നേഹം പ്രകടിപ്പിക്കുന്നത്, ചിലർക്ക് വാത്സല്യമായിരിക്കും, മറ്റു ചിലർ സ്നേഹത്തിലൂടെ ആയിരിക്കും അത് പ്രകടിപ്പിക്കുന്നത്. ഒരിക്കലും ഞാൻ മനുവേട്ടൻ്റെ പോസിറ്റീവ് മാത്രം കണ്ടിട്ടല്ല മനുവേട്ടനെ ഇഷ്ടപ്പെട്ടത്. മനുവേട്ടൻ്റെ നെഗറ്റീവ് കൂടി കണ്ടിട്ടാണ്. അതുകൊണ്ട് എനിക്കൊരിക്കലും വിഷമം തോന്നില്ല. കാരണം മനുവേട്ടൻ എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പഞ്ചാര വാക്കുകൾ പറഞ്ഞില്ലെങ്കിലും എപ്പോഴും കിസ് ചെയ്തില്ലെങ്കിലും ഈ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. എനിക്ക് അത്രയും മതി. എനിക്ക് വിഷമം തോന്നുമെന്ന് കരുതി മനുവേട്ടൻ ഇല്ലാത്ത ക്യാരക്ടറൊന്നും ഇനി ഉണ്ടാക്കിയെടുക്കാൻ നിൽക്കണ്ട. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറുകയിൽ ചുംബിച്ചു. നിക്കുവിൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് ടെറസിൽ നിൽക്കുകയാണ് ജെനി. കുറച്ചു നേരം അവർ പരസ്പരം ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കി നിന്നു. ജെനി, അവൻ വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി. നിന്റെ വിഷമമൊക്കെ മാറിയോ? അവൻ ചെറുപുഞ്ചിരിയോട് ചോദിച്ചു. മാറി.
എങ്കിലും അത് നോവായി എപ്പോഴും മനസ്സിലുണ്ടായിരിക്കും ഏട്ടാ. എനിക്ക് സത്യത്തിൽ അവനോട് ദേഷ്യമാണോ സഹതാപമാണോ സ്നേഹമാണോ എന്നൊന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ട് സ്നേഹിച്ച വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് എവിടേക്കോ അവനോടൊരു ഇഷ്ടമുണ്ട്, ഒരു സ്നേഹം അതെവിടേക്കോ ഉണ്ട്. പക്ഷേ അന്ന് എന്നോട് അങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ ശരിക്കും ഞാൻ അവനെ മനസ്സുകൊണ്ട് വെറുക്കാൻ ശ്രമിച്ചിരുന്നു. അത്ര എന്നോട് സ്നേഹത്തോടെ നിന്നിട്ട് ഞാൻ എൻ്റെ ചാച്ചനെയും മമ്മിയും പപ്പയും ഒക്കെ വിട്ട് അവനെ കൂടുതൽ സ്നേഹിച്ചിട്ട് അവൻ എന്നോട് അങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ ശരിക്കും എനിക്ക് എന്നോട് തന്നെയായിരുന്നു ദേഷ്യം. ഞാൻ ചാച്ചനെയും അമ്മയും പപ്പയും ഒക്കെ മാറ്റി നിർത്തി. അതിനൊക്കെ മുകളിൽ അവന് ഞാൻ സ്ഥാനം കൊടുത്തു എന്നുള്ള ദേഷ്യമായിരുന്നു എനിക്ക് പിന്നീട് അങ്ങോട്ട്. അവനോട് എനിക്ക് ദേഷ്യമുണ്ട്, പക്ഷേ ഒരിക്കൽ പോലും എനിക്ക് അവനെ വെറുക്കാൻ സാധിച്ചിട്ടില്ല. അത് അതെന്താണെന്ന് എനിക്കറിയില്ല. ഇന്നവനെ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. നമ്മളൊക്കെ എന്തിൻ്റെ പേരിൽ അഹങ്കരിക്കേണ്ടത്? എത്ര അഹങ്കരിച്ചാലും നമ്മുടെയൊക്കെ ജീവിതം ഈ ഭൂമിയിൽ ഇത്രയേ ഉള്ളൂ അല്ലേ? പണക്കാരനായാലും പാവപ്പെട്ടവനായാലും അവസാനം ഒരു പിടി മണ്ണിൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവൻ അല്ലേ? ഇന്ന് അവൻ ചെയ്തു കൂട്ടിയതിനെല്ലാം തിരികെ കിട്ടിയതെന്താ? മരണം. അവൻ്റെ അമ്മ കരയുന്നത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. എത്രയൊക്കെ പറഞ്ഞാലും അവരുടെ മകനല്ലേ. ആ അമ്മ മനസ്സിന് അത് താങ്ങാൻ പറ്റുമോ? അവർക്ക് ഉറക്കം വരുമോ? അവൾ സംശയത്തോട് ചോദിച്ചു. ഒരിക്കലും ഇല്ല. അവർ അവനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവരിന്ന് ഉറങ്ങില്ല. ഞങ്ങൾക്കെല്ലാവർക്കും വിഷമം തോന്നി അവരെ ഇന്ന് ആ അവസ്ഥയെ കണ്ടപ്പോൾ. അവരാകെ തളർന്നു പോയിരുന്നു. അന്നത്തെ ആ ദേഷ്യവും വാശിയും ഒന്നും ആ മുഖത്തിന്നുണ്ടായിരുന്നില്ല. എന്നെ ആമയും കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞു, പക്ഷേ ഒന്നും സംസാരിച്ചില്ല. അവൾ പറഞ്ഞതും അവനൊന്നും മൂളി. ജെനി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അവൻ പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി അവനെ നോക്കി. പ്രത്യേകിച്ചൊന്നുമില്ല. ജോ പറഞ്ഞു അടുത്ത മാസം നമ്മുടെ വിവാഹം നടത്തണമെന്ന്. മനുവിൻ്റെയും ചിന്നുവിൻ്റെയും നടത്തുന്ന കൂട്ടത്തിൽ നമ്മുടെ നടത്തണമെന്നാണ് അവന്. നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നറിയാനാ. നിനക്ക് ഇനിയും സമയം വേണോ എന്നറിയാൻ ചോദിച്ചതാ ഞാൻ. ചാച്ചൻ എന്നോട് സൂചിപ്പിച്ചിരുന്നു. എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല ഏട്ടാ. ഞാൻ എല്ലാം ഇപ്പം മറക്കാൻ ശ്രമിക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം എനിക്ക് വേരോടെ പിഴുതെറിയണം. അതിനു വേണ്ടിയിട്ടാണ് അവനെ കാണണമെന്ന് പോലും ഞാൻ ആഗ്രഹിച്ചത്. അവൻ മരിച്ചു പോയെന്ന് എൻ്റെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ. അപ്പോൾ നിനക്ക് താല്പര്യക്കുറവൊന്നും ഇല്ലല്ലോ? ഞാൻ വീട്ടിൽ സംസാരിക്കട്ടെ ഇതിനെപ്പറ്റി? സംസാരിച്ചോ? അവൾ പുഞ്ചിരിയോടെ പറഞ്ഞതും അവനവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിൽ ചുംബിച്ചു. പോകുന്ന വഴിയിൽ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് ദേവൻ. അവൻ സുഭദ്രയ്ക്കൊരു ചായ കാറിലേക്ക് കൊണ്ടു കൊടുത്തിട്ട് കുറച്ച് മാറി നിന്ന് ഫോണെടുത്ത് അനുവിനെ വിളിച്ചു. ദേവേട്ടാ. അവൾ എടുത്ത പാടെ വിളിച്ചു. എവിടെയായിടി? ബോർഡർ കഴിഞ്ഞു. നിങ്ങളോ? ഞങ്ങളിപ്പോൾ ദേ ഒരു ചായ കുടിക്കാൻ നിർത്തി. അമ്മ എവിടെ? കാറിലുണ്ട്, ചായ കുടിക്കുക. അങ്കിളൊക്കെ ഉണ്ട്, ഡ്രൈവിങ്ങിലാ. ദേവേട്ടാ, പതിയെ പോണേ, ചെന്നിട്ട് എന്നെ വിളിക്കണേ, അവൾ അവനെ ഓർമ്മിപ്പിച്ചു. ഓ ശരിയടി, ഞാൻ വിളിച്ചോളാം. പിന്നെ എന്താ ദേവേട്ടാ? ഞാൻ നിൻ്റെ ആ ഹാൻഡ് ബാഗിൻ്റെ ചെറിയ ഉറയിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കണേ. എന്നിട്ട് ഇനി നമ്മൾ കാണുമ്പോൾ അത് നിൻ്റെ ശരീരത്തിലുണ്ടായിരിക്കണം. അതെന്താ ദേവേട്ടാ? അതൊക്കെയുണ്ട്, ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയതാ. നീ അതിടണേ, എനിക്ക് ആ നിൻ്റെ ശരീരത്തിൽ കാണണം. അവൻ പറഞ്ഞതും അവൾ സൈഡുറ തുറന്നു നോക്കി. അതിലൊരു റെഡ് കളർ ബോക്സ് ഉണ്ടായിരുന്നു. അവൾ അത് ഓപ്പൺ ചെയ്തു. ഒരു നേവൽ റിംഗ് ആയിരുന്നു. ദേവേട്ട, ഇത് പ്ലീസ് അനു, നീ അത് കുത്തണേ. ഇനി നമ്മൾ കാണുമ്പോൾ അത് നിൻ്റെ നേവലിൽ ചുറ്റിക്കിടക്കണം. അതിലെനിക്ക് ചുംബനങ്ങൾ കൊണ്ട് മൂടണം. അവൻ പറഞ്ഞതും അവൾ നാണം കൊണ്ട് ചുവന്നു തൊടുത്തു. എന്താ പെണ്ണെ, ബ്ലഷ് അടിക്കുവാണോ അവിടെ? അവൻ ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കി. ദേവേട്ടാ, അവൾ കുറുമ്പോടെ വിളിച്ചതും അവൻ ചിരിച്ചു. ശരി, ഞാൻ രാത്രി വിളിക്കാം. അപ്പോൾ നമുക്ക് ബാക്കി ബ്ലഷ് അടിക്കാമേ. അവൻ പറഞ്ഞതും അവൾ ചിരിച്ചു. അവനും പുഞ്ചിരിയോടെ ഫോൺ വെച്ചു.